റായും വാക്വം ക്ലീനറുമായി ജൂവന്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടത്. അവളെ അവിടെ കണ്ട് അവൻ ശരിക്കും അമ്പരക്കുന്നു. അവൾ വാക്വം ക്ലീനർ അവന്റെ മുന്നിൽ കൊണ്ട് എറിഞ്ഞിട്ട് എന്തിനാണത് കൊടുത്തയച്ചത് എന്ന് ചോദിക്കുന്നു. നിനക്കിത് വേണമെന്ന് ആഗ്രഹിച്ചു വന്നതല്ലേ, അതുകൊണ്ട് തന്നയച്ചതാണ് എന്നവൻ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് തന്നുകൂടായിരുന്നു, അപ്പോൾ തരാതെ ഇപ്പോഴെന്തിനാണ് ഇത് കൊടുത്തയച്ചത് എന്ന് ചോദിച്ച് അവൾ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ അവളോട് സഹതാപം തോന്നിയത് കൊണ്ടാണ് അത് കൊടുത്തു വിട്ടത് എന്ന രീതിയിലാണ് അവൻ മറുപടി നൽകിയത്. അത് കൊണ്ടുപോയി ഉപയോഗിച്ചോളാനും എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെ അവൻ പറയുന്നുണ്ട്. അവൾ അതെടുത്ത് അവന്റെ തലയ്ക്കടിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ താഴെ എറിഞ്ഞിട്ട് എനിക്ക് നിന്റെ ഔദാര്യം ഒന്നും വേണ്ട, നീ തന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞ് അതവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അവളോട് അതും കൂടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ മുന്നോട്ട് നടക്കുന്ന സമയത്ത് അത് വെള്ളത്തിൽ ചെന്ന് വീഴുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു. അവൻ അതെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞതായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അവൾ ചോദിച്ചപ്പോൾ നിന്നോടത് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതല്ലേ, എനിക്കിവിടെ ഇതിന്റെ ആവശ്യമില്ല, ഇനി നിനക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി എടുത്തോളാൻ അവൻ പറയുന്നു. അത്ര വില കൂടിയ സാധനം അങ്ങനെ വെള്ളത്തിൽ ഉപേക്ഷിച്ച് പോകാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അവൾ ആ അഴുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അവൾ അങ്ങനെ ചെയ്യുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളോട് ഇറങ്ങരുത് എന്നൊക്കെ അവൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വാക്വം ക്ലീനർ തിരികെ എടുത്തുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് കയറിയത്. അവൻ ആകെ ഷോക്കായിരിക്കുകയാണ്. അവൾ അതുമായി ബൈക്കിന്റെ അടുത്തേക്ക് പോയപ്പോൾ അവൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തുന്നു. കയ്യിൽ നിന്ന് അത് താഴെ വീണെങ്കിലും അവൾ പിന്നെയും അതെടുത്ത് ബൈക്കിലേക്ക് വെച്ചിട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ പെട്ടെന്ന് അവളുടെ ബൈക്കിന്റെ കീ എടുത്ത് ആ വെള്ളത്തിലേക്ക് എറിയുന്നു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? ഞാനത് വെള്ളത്തിൽ തള്ളിയിട്ടപ്പോൾ ഒന്നുകിൽ എന്നോടത് തിരികെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞൂടെ, അല്ലെങ്കിൽ ക്ഷമ പറയാൻ പറഞ്ഞൂടെ, അതിന് പകരം നീ എന്തിനാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ ചോദിച്ചാണ് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നീ എന്തിനാണ് എൻ്റെ വണ്ടിയുടെ താക്കോലെടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞത്? നിനക്ക് അത്രയ്ക്ക് കുറ്റബോധമുണ്ടെങ്കിൽ എൻ്റെ താക്കോൽ തിരികെ എടുത്തു തരാൻ അവൾ പറഞ്ഞപ്പോൾ ഇതേപോലെയുള്ള 100 ബൈക്ക് വേണമെങ്കിലും ഞാൻ നിനക്ക് മേടിച്ചു തരാം, ആദ്യം നീ നിന്റെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ അവൻ്റെ അമ്മ അവിടെ നിൽക്കുന്നത് കണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. യൂൻസിയോളിന്റെ അച്ഛൻ അവന് കൊടുത്തയച്ച ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു അവർ വന്നത്. റായും ആരാണ് എന്ന് അവർ അന്വേഷിക്കുന്നു. അടുത്തിടെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അടുത്തിടെ പരിചയപ്പെട്ട പെൺകുട്ടി നിന്റെ വീടിനുള്ളിൽ വരെ കയറാൻ മാത്രം പരിചയം നിങ്ങൾ തമ്മിലായോ? ഇതിനു മുമ്പ് എത്ര തവണ ഇവൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇങ്ങനെ വരുന്നതിന് ഇവൾക്ക് കാശ് കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് അമ്മ റായിമിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ജൂവൻ അമ്മയോട് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അവർ പിന്നെയും കുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റായിം കുറച്ച് സമയമൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നു. അവൻ ഇങ്ങനെ തമാശ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തുകൂടെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഇങ്ങനെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആണുങ്ങൾക്കൊന്നും എനിക്കൊപ്പം തമാശ കളിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് അമ്മയാകെ അടി കിട്ടിയതുപോലെ നിൽക്കുകയാണ്. ജൂവണ്ണാണെങ്കിൽ അവളോട് കുറച്ചുകൂടി ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ സമയം ചിന്തിക്കാനൊന്നും അവന് ചാൻസ് കിട്ടുന്നില്ല. ആ സമയത്താണ് സെക്രട്ടറി വിളിച്ചിട്ട് ഓസ്കയുടെ മാനേജറെ മീറ്റ് ചെയ്യാനായി അവനെ വിളിച്ചുകൊണ്ട് പോയത്. ഓസ്കർ ജെജു ഐലൻഡിലാണ്. ഇനിയിപ്പോൾ തായ്ലൻഡിലേക്ക് പോയി ആൽബം ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഷൂട്ടിംഗ് ടീമുമായി ജെജു ഐലൻഡിലേക്ക് തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മാനേജർ അവനെ അറിയിക്കുന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം ജുവന്റെ കമ്പനിയുടെ ഗിഫ്റ്റായിട്ടുള്ള ഓസ്കയുമായിട്ടുള്ള വെക്കേഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതും ഈ ആഴ്ചയാണ്. 2 ഷെഡ്യൂളും തമ്മിൽ മാച്ചായി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രൈസിന്റെ ഭാഗമായിട്ടുള്ള വെക്കേഷൻ ഒരാഴ്ച കൂടി നീട്ടി വയ്ക്കാൻ പറ്റുമോ എന്ന് മാനേജർ അവനോട് ചോദിക്കുന്നു. ആദ്യം പറ്റില്ല എന്നവൻ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വിശദമായി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളിനെ വിളിച്ച് സംസാരിച്ച് നോക്കിയിട്ട് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ അവൻ പറയുന്നു. അവർ വില്ലിങ് അല്ലെങ്കിൽ അവർക്ക് പകരമായി പണം നൽകി സെറ്റിൽ ചെയ്യാനും അവൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഇങ്ങനൊരു മാറ്റം വരുത്തി തനിക്ക് നഷ്ടമുണ്ടാക്കിയതിന് ഓസ്കയുടെ കമ്പനിക്കെതിരെ കൂടി കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. അവൻ ഓസ്കയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ് അവനൊരു വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് റായും അവിടെ വെച്ചിട്ട് പോയ ബൈക്ക് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അതവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അവന് നല്ല കുറ്റബോധം തോന്നുന്നതിനാൽ അവൻ ആ വെള്ളത്തിലിറങ്ങി അതിൻ്റെ താക്കോൽ തിരയാൻ തുടങ്ങുന്നു. കുറേ സമയത്തെ ശ്രമത്തിനു ശേഷം അവൻ അത് കണ്ടെടുക്കുന്നുണ്ട്. ഓസ്ക പിന്നെയും സോണുമായി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും ഓസ്കയ്ക്കൊപ്പം വർക്ക് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല. ഓസ്കയ്ക്ക് കൂടെ ഉള്ളവരെ ട്രെയിൻ ചെയ്യിക്കാൻ അറിയില്ല. സ്വന്തം നേട്ടങ്ങൾ മാത്രമാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അവനെപ്പോലെ ഒരാൾക്കൊപ്പം നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇത്തവണയും സോൺ ഒഴിഞ്ഞു മാറി പോകുന്നു. ഓസ്കയ്ക്കാണെങ്കിൽ ഇപ്പോൾ അവനെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണമെന്നൊരു വാശി കയറിയിരിക്കുകയാണ്. ഓസ്കർ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ മ്യൂസിക് പ്രോഗ്രാമിന് പാടാനായിരുന്നു സോൺ അപ്പോൾ വന്നത്. അവൻ അവിടെ പോയിരുന്ന് ആ പാട്ട് കേൾക്കുന്നു. ആ സമയത്ത് ഒരു പെണ്ണ് അവനെ കണ്ട് തിരിച്ചറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്ന് സംസാരിക്കുന്നു. ആദ്യമൊന്നും ഓസ്കർ അവളെ എത്ര ശ്രദ്ധിച്ചിരുന്നില്ല. സോണിൻ്റെ പാട്ടിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. പിന്നീട് അടുത്തിരിക്കുന്ന ആളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓസ്കർ അവളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവൾക്കൊപ്പം വൈൻ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. സോൺ പാടുന്നതിനിടയിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. റായും അടുത്ത ദിവസം ആക്ഷൻ സ്കൂളിലേക്ക് ചെന്ന സമയത്ത് ജങ്സു തൻ്റെ ടീമിനൊപ്പം
യൂൺസോളിന്റെ ആൽബത്തിന് വേണ്ടിയുള്ള കാർ സ്റ്റണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർ സ്റ്റണ്ട് ആണ് എന്ന് കണ്ടപ്പോൾ റായും സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവൾക്ക് കാർ സ്റ്റണ്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവൾ ഇത്ര കാര്യമായി അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. എന്തായാലും ഇത്തവണ അവൾക്ക് ലക്കുണ്ട്. ഇത് ഓസ്കയുടെ ആൽബമാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ അവിടെ ഉള്ളവർ പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ത്രില്ലടിക്കുന്നു. പക്ഷേ അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഈ ഷൂട്ടിന് അവൾ വരുന്നില്ല എന്ന് ജങ്സു അറിയിക്കുന്നുണ്ട്. കൂടെയുള്ളവർ റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും അവളെ കൊണ്ടുപോകാൻ അവൻ തയ്യാറാവുന്നില്ല. റായും അവൻ്റെ അടുത്ത് തനിച്ച് പോയി നിന്ന് സംസാരിച്ച് നോക്കുന്നു. കാർ സ്റ്റണ്ട് വളരെ അപകടം പിടിച്ചതാണ്, അത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് അവൾക്കായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ ഈ ഷൂട്ടിൽ പങ്കെടുക്കണ്ട എന്ന് ജങ്സു തീർത്ത് പറയുന്നു. ഒരുപാട് കാലമായി ഞാൻ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ഒരു തവണയെങ്കിലും ഇത് ചെയ്യാൻ എന്നെ അനുവദിക്കണം എന്നൊക്കെ അവൾ കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൻ അത് സമ്മതിക്കുന്നില്ല. അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അവസാനം അതൊന്ന് കാണാനെങ്കിലും അനുവദിക്കണം എന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനും അവൻ അനുവാദം നൽകുന്നില്ല. സത്യത്തിൽ അവൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നതിനോട് തനിക്ക് ഒട്ടും താല്പര്യമില്ല. വളരെ അപകടം പിടിച്ച ഒരു ഫീൽഡാണിത്. ഇവിടെ നിന്ന് അവൾ റിട്ടയർ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ജങ്സു ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ റായിമിന് അവിടെ നിന്ന് നിരാശയായി മടങ്ങേണ്ടി വരുന്നു. ജങ്സു അവൾക്ക് നൽകാനായി ഒരു ബാഗ് വാങ്ങി വെച്ചിരുന്നു. നേരിട്ട് കൊടുത്താൽ അവൾ സ്വീകരിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അയോങ്ങിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് അത് റായിമിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി താൻ ഒരു ബാഗ് വാങ്ങിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വിലക്കുറവ് കണ്ട് അവൾക്കും കൂടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് ജങ്സു വാങ്ങി നൽകിയ ബാഗ് റായിമിന് നൽകുന്നു. ഒരു ബാഗ് വളരെ അത്യാവശ്യമായിരുന്നതുകൊണ്ട് റായിം സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. വാക്വം ക്ലീനർ തിരികെ നൽകിയോ എന്ന് അയോങ് ചോദിച്ചപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോയി. പക്ഷേ അക്കാര്യമൊന്നും ശരിയായില്ല. അത് മാത്രമല്ല ഇന്ന് മറ്റൊരു വിഷമം കൂടിയുണ്ട്. കാർ സ്റ്റണ്ട് ചെയ്യാനും കാണാനുമുള്ള അവസരം നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ റായും അവളോട് വിഷമത്തോടെ പറയുന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിക്കാനുള്ള കാശുണ്ടായിരുന്നെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോയേനെ എന്നൊക്കെ അവൾ വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയോങ്ങിന്റെ ഫോണിലേക്ക് സെക്രട്ടറി കിം വിളിച്ചത്. റായിമിനെ അന്വേഷിച്ചായിരുന്നു അവൻ വിളിച്ചത്. ജുവൺ അന്ന് ഓഫീസിലെത്തിയ ശേഷം ഫയലൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഓസ്കയ്ക്കൊപ്പമുള്ള വെക്കേഷന്റെ കാര്യം എങ്ങനെ സെറ്റിൽ ചെയ്തു എന്ന് കിമ്മിനോട് അന്വേഷിക്കുന്നു. അവൻ അതിന് മറുപടി നൽകാൻ തുടങ്ങിയപ്പോഴേക്കും ഓസ്ക ജുവന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ടായിരുന്നു ഓസ്ക വിളിച്ചത്. തലേ ദിവസം രാത്രി പാട്ടൊക്കെ കേട്ട ശേഷം അവനോട് ഒരിക്കൽ കൂടി സംസാരിച്ചിട്ട് അവിടെ നിന്ന് തിരികെ പോവാൻ നേരം കുറച്ച് ഗുണ്ടകൾ ഓസ്കയെ തടയുന്നു. കുറച്ച് മുമ്പ് അവനോട് ഒരു പെണ്ണ് വന്നിരുന്ന് സംസാരിച്ചിരുന്നല്ലോ, അവളുടെ ഹസ്ബൻഡും ടീമുമാണ് അത്. ഭാര്യയെ വളച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവർ ഓസ്കയുമായി വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന സോൺ പോലീസിനെ വിളിച്ച് അവർ കൊണ്ടുവന്ന് അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോയതാണ്. സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ജുവൻ ചെല്ലണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓസ്ക വിളിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് അവിടെ വരെ എത്താൻ കുറേ സമയം എടുക്കുമല്ലോ. മാത്രമല്ല പെട്ടെന്ന് അങ്ങനെ ഇറക്കാനും ജുവന് മനസ്സിലാ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. ചിരിച്ചുകൊണ്ടാണ് ജുവൻ ഇതൊക്കെ പറഞ്ഞത്. കോൾ കട്ട് ചെയ്ത ശേഷം ഉടനെ തന്നെ വക്കീലിനെ വിളിച്ചിട്ട് ഓസ്കയെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ അവൻ കിമ്മിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് വെക്കേഷൻ പ്രൈസിനെ കുറിച്ച് ജുവൻ വീണ്ടും അന്വേഷിച്ചത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒരു ലേഡിക്കായിരുന്നു. ഓസ്കയ്ക്കൊപ്പമുള്ള വെക്കേഷൻ തനിക്ക് ഗിഫ്റ്റായി കിട്ടിയതിൽ അവർക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ അവർ പൂർണ്ണ ഗർഭിണിയാണ്, അതുകൊണ്ട് ഈ അവസരത്തിൽ അവർക്ക് പോവാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ രണ്ടാം സ്ഥാനത്തിന് അർഹമായ ആളെ അവൻ കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അത് വയസ്സായ ഒരു മുത്തശ്ശനായിരുന്നു. മുത്തശ്ശന് ഓസ്ക ആരാണ് എന്ന് പോലും ഒരു ഐഡിയയുമില്ല. മാത്രമല്ല പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കാൻ പോലുമുള്ള കേൾവിശക്തിയുമില്ല. അങ്ങനെ ഒരാളിനെ ടൂറിന് വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിനും പോകാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത്തെ പ്രൈസ് വിന്നറായ റായിമിനെ കിം കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ റായിമിനാണ് ഇപ്പോൾ ഓസ്കയ്ക്കൊപ്പമുള്ള വെക്കേഷൻ എൻജോയ് ചെയ്യാനുള്ള ലക്ക് കിട്ടിയിരിക്കുന്നത്. ഇതറിഞ്ഞപ്പോൾ ജുവൻ ആകെ ദേഷ്യപ്പെടുന്നു. എന്തായാലും അവളെ ഓസ്കയ്ക്കൊപ്പം വിടാൻ പറ്റില്ല, നാലാമത്തെ പ്രൈസ് കിട്ടിയ ആളിനെ വിട്ടാൽ മതി, അതല്ലെങ്കിൽ ഓസ്കയുടെ ആന്റി ഫാൻ ക്ലബിൽ നിന്ന് ആരെങ്കിലും ചൂസ് ചെയ്ത് അവരെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ റായിം ഓൾറെഡി അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് കിം അവനെ അറിയിക്കുന്നു. റായിം ഈ സമയം ജെജു ഐലൻഡിൽ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിരുന്നു. സ്റ്റണ്ട് ടീം പോകുന്ന ഹോട്ടലിന്റെ അഡ്രസ്സ് അവളുടെ കൈവശമുണ്ട്. അങ്ങോട്ടേക്കാണ് അവളും പോകാൻ ഉദ്ദേശിക്കുന്നത്. അവൾ ഇത്ര നേരത്തെ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? ഓസ്കയ്ക്കുള്ള വെക്കേഷൻ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടല്ലേ എന്ന് ജുവൻ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓസ്കയുടെ മ്യൂസിക് ആൽബത്തിൽ അവരുടെ ആക്ഷൻ സ്കൂളിലെ ടീമാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അവൾ നേരത്തെ പോയിരിക്കുന്നത് എന്ന് അവൻ അറിയുന്നത്. തന്റെ കാശിന് ഓസ്കയും അവളും കൂടി വെക്കേഷന് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ജുവന് സഹിക്കുന്നില്ല. റായും ഈ സമയം തിരക്കി പിടിച്ച് ഷൂട്ടിംഗ് നടക്കുന്ന ആ റിസോർട്ടിൽ എത്തിയിരുന്നു. ആക്ഷൻ സ്കൂളിലെ ടീം അംഗങ്ങളും അവിടേക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒളിഞ്ഞു നിന്ന് അവരെ അവൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ഓസ്ക അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ തോളിൽ തട്ടി വിളിക്കുന്നുണ്ട്. പുറകിൽ നിന്ന് കണ്ട് അവളാണോ എന്ന് സംശയം തോന്നിയായിരുന്നു അവൻ വിളിച്ചത്. അവൾ തന്നെയാണ് എന്ന് അറിഞ്ഞപ്പോൾ അവന് ശരിക്കും സന്തോഷമാവുന്നു. അവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവായിരുന്നു. അവൾക്കാണ് തനിക്കൊപ്പമുള്ള വെക്കേഷൻ ഗിഫ്റ്റായി കിട്ടിയിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അവൻ ഹാപ്പി ആവുന്നുണ്ട്. അവനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തതിൽ അവൾക്ക് സന്തോഷമാവുന്നു. രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. എന്തായാലും ആക്ഷൻ
സ്കൂളിലെ ടീമംഗങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. ഓസ്കാർ അവളെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവന്റെ ഒപ്പം ചെല്ലുന്നു. റിസോർട്ടിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് രണ്ടുപേരും കൂടി പോയത്. അവിടെ എത്തിയപ്പോൾ അവരെ വെയിറ്റ് ചെയ്തതുപോലെ ജൂവൺ അവിടെ ഇരിപ്പുണ്ട്. അവനെ അവിടെ കണ്ട് റായും ശരിക്കും ഞെട്ടുന്നു. ഓസ്കയ്ക്കാണെങ്കിൽ അവനാണതെന്ന് വിശ്വാസം പോലും വരുന്നില്ല. അങ്ങനെ രണ്ടുപേരും തീരെ പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ട് ഷോക്കായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.